വക്കീലെ സുരേഷ് ബാബു വക്കീലെ, ഇ ഡി നടപടികൾ സ്വാഭാവികമാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കന്മാർ അറസ്റ്റ് ഭയന്നാണ് ഈ സമൻസ് അയക്കുമ്പോൾ ഹാജരാകാതെ ഒളിച്ചോടുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. മടിയിൽ കനമില്ലെങ്കിൽ ഇവരൊക്കെ പോയി വിശദീകരിക്കേണ്ടതല്ലേ? മസാല ബോണ്ടയിൽ പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് ഭയക്കുന്നത്? ഇത് 7ാമത്തെ സമൻസാണ്. ഏപ്രിൽ 2-ന് ഹാജരാകുമോ? അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല. അത് കുറേയധികം വ്യക്തിപരവും മറ്റൊരു കുറേയധികം രാഷ്ട്രീയവുമായ പാർട്ടിപരവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗവൺമെൻറ് എന്നുള്ള നിലയിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളാണ് നമുക്കിവിടെ വിശദീകരിക്കാനും ചർച്ച ചെയ്യാനും ഉള്ളതെന്ന നിഗമനത്തിലാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതല്ലാതെ ഈ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നടപടിയോട് പൂർണ്ണമായും ഇത്തരം നിലപാടുകളോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരു രീതി അല്ല എൻ്റേതെന്നുള്ളത് കൂടി രേഖപ്പെടുത്തുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ടോ എന്ന് ജനങ്ങളിൽ സംശയമുളവാക്കാൻ പ്രാപ്തമാണ് എന്ന് അതാണ് എൻ്റെ ഒരു നിഗമനം. അത് പോകട്ടെ, അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നേയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഇതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ? 54,000 കോടി ഉറുപ്പിക കിട്ടാനുണ്ട്, അത് കിട്ടണം എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അവർ എടുത്തുയർത്തി കാണിക്കുന്നത് അതാണ്. അതിന് ധാരാളം കാരണങ്ങളും ഓരോരോ ഉദാഹരണങ്ങളും സെറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും അത് മാൻഡേറ്ററിയും അല്ല, ചിലത് ഡിസ്ക്രിഷണറിയും ഒക്കെയാണ്. ചിലത് പിന്നെ ഒരു ഗ്രാൻഡ് രൂപത്തിലുള്ളതുമാണ്. മാൻഡേറ്ററിയും ഡിസ്ക്രിഷണറിയും ഗ്രാൻഡായിട്ടുള്ളതുമാകുമ്പോൾ ഒരു കോടതിയിൽ പോകുമ്പോൾ ഈ പറഞ്ഞ 54,000 കോടി ഉറുപ്പിക പറഞ്ഞില്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് 13,000 കോടി രൂപയാണ് എന്ന് പറയുന്നതിനോട് അതിൻ്റെ ഒരു ന്യായീകരണം അത് മാത്രമാണ്. പക്ഷെ 13,000 കോടിയല്ല, 13,000 കോടിയല്ല അതാണ് വസ്തുത. അത് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ കൂടുതലുള്ള കിട്ടാനുള്ളത് 57,000 കോടി 54,000 കോടി ഉറുപ്പിക തന്നെയാണ് കിട്ടേണ്ടത്, കിട്ടാൻ അർഹതപ്പെട്ടത്. അതിപ്പോൾ കോടതിയിൽ പോയി വാങ്ങിക്കാൻ കഴിയുന്ന കാര്യം വേറെ. എൻ്റെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ മാത്രമല്ലേ അനിൽ നമ്പ്യാർ എനിക്ക് തരാനുള്ള 100 രൂപക്ക് കോടതിയിൽ പോകാൻ കഴിയൂ. അനിൽ നമ്പ്യാർ വായ്പ വാങ്ങിയിട്ടുള്ള 100 രൂപക്ക് എനിക്ക് കോടതിയിൽ പോകാൻ കഴിയില്ല, കാരണം അതിനുള്ളൊരു രേഖയില്ല. അങ്ങനത്തെ ചില സ്റ്റാറ്റ്യൂട്ടറി ഓബ്ലിഗേഷൻസ് ഇല്ലാത്ത കുറേ കാര്യങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി പോട്ടെ, 19,000 കോടി ഉറുപ്പിക എന്താണ് കോടതിയുടെ നിലപാടും ഗവൺമെന്റിന്റെ നിലപാടും എന്താണ് ഉണ്ടായിരുന്നത്? ഗവൺമെന്റിന്റെ നിലപാട് എന്താണ് ഉണ്ടായത്? ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞത് എന്താ? അത് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ കോടതി പറയാൻ കാരണം? കോടതി ഇത് ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ ഓരോ ചെറിയ കാര്യങ്ങളും കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാനം കേന്ദ്രത്തിനോടും കേന്ദ്രം സംസ്ഥാനത്തിനോടും ചെയ്തു കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇത്തരമൊരു കേസ് അവിടെ വന്ന പശ്ചാത്തലത്തിൽ നിങ്ങളിത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായത് എന്താ? നിങ്ങൾ കേസ് പിൻവലിച്ചു വാ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ആ ചർച്ച അതവിടെ വഴിമുട്ടുകയാണ്. ആ വഴിമുട്ടിയപ്പോൾ കോടതിയിൽ പോയി പറഞ്ഞു, ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ ഒരു നിർദ്ദേശം വെക്കാൻ പാടില്ല, അങ്ങനെ ഒരു റൈഡർ ക്ലോസ് വെച്ചുകൊണ്ട് ഈ ചർച്ച ചെയ്യാൻ പാടില്ല, കോടതിയുടെ നിർദ്ദേശം നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന് തന്നെയാണ് എന്ന് രണ്ടാമത് ഘടിപ്പിച്ചപ്പോഴാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള പ്രതിനിധി ഞങ്ങൾ 13,000 കോടി രൂപ കൊടുത്തോളാം എന്ന് പറയുന്നത്. കിട്ടിയോ കിട്ടിയില്ലോ എന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാനതിനെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് കോടതിയിൽ പോയിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടാനുള്ള 19,000-ൽ 5,000 കോടി രൂപ കൂടി കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാൻ തയ്യാറല്ല എന്ന വാദഗതി ഉന്നയിച്ചപ്പോൾ വിശദമായ വാദം കേട്ട് 2 ദിവസം അപ്പുറവും ഇപ്പുറവുമുള്ള പ്രഗത്ഭരായ വക്കീലന്മാർ വാദിച്ച് ഇപ്പോൾ ഉത്തരവിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ കോടതി ഏതെങ്കിലും തരത്തിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിഷേധിച്ചില്ല. കേരളം
ഹർജിയിലൂടെ ആവശ്യപ്പെട്ട സംഖ്യക്ക് വ്യത്യാസമുണ്ട് എന്നതിന്റെ ന്യായീകരണമാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. അല്ല വക്കീലെ, ഈ ഭിക്ഷാപാത്രം എന്ന് താഴെ വെക്കും? സമീപകാലത്ത് എങ്ങനെ താഴെ വെക്കുമോ ഈ ഭിക്ഷാപാത്രം? അതാണ് ആ സമീപനത്തിനോടാണ് നമുക്ക് എതിർപ്പ്. കാരണം കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു ഗവൺമെന്റാണ്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ 20 അംഗങ്ങൾ അടങ്ങുന്ന ഒരു പാർലമെന്റാണ് അപ്പുറത്തുള്ളത്. ഈ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറിയ ഒരു ഭരണകൂടത്തിനോട് നിങ്ങൾ ഭിക്ഷാപാത്രവുമായി യാചകന്മാരായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന സമീപനമുണ്ടല്ലോ, ആ സമീപനം ഫെഡറൽ വ്യവസ്ഥയ്ക്ക് അനുകൂലമല്ല, ഫെഡറലിസത്തിന് അനുകൂലമല്ല. അത് ഒരു പ്രസിഡൻഷ്യൽ ഡെമോക്രസിയിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ളത് മാത്രമായി ചുരുങ്ങും. നമ്മൾ അതിലേക്ക് പോകരുത്. സുരേഷ് ബാബു, അതിവൈശിഷ്ട്യമുള്ള നിർമ്മലാ സീതാരാമൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഈ രാഷ്ട്രപതിക്കെതിരെ പോലും കോടതിയിലേക്ക് പോകുന്നത് അത് ഭരണഘടനയെ അവമതിക്കുന്നത് പോലെയല്ലേ? നോക്കൂ, അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ സാധ്യമാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനും ഏതിനും കോടതിയിലേക്ക് പോവുക, ഗവർണർക്കെതിരെ കോടതിയിലേക്ക് പോവുക, രാഷ്ട്രപതിക്കെതിരെ കോടതിയിലേക്ക് പോവുക, അതൊരു ഇൻസൾട്ട് അല്ലേ? അതെ, ഈ രാഷ്ട്രപതിക്കെതിരെ കോടതിയിലേക്ക് പോയ കാര്യത്തിൽ ഒരു റിസർവേഷനുള്ള ആളാണ് ഞാൻ. ഓക്കെ, യെസ്. അത്രയും കൊണ്ട് അങ്ങക്ക് എന്റെ നിലപാട് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ അതെ അതെ, വ്യക്തമാണ്. അത്രയും കൊണ്ട് അങ്ങക്ക് എന്റെ നിലപാട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, താങ്കൾ രാഷ്ട്രീയത്തിൽ അന്നും സംശുദ്ധി പുലർത്തുന്ന ഒരാളാണ്, ഒരു നേതാവാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. താങ്കളെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ താങ്കളുടെ ചില നിലപാടുകൾ അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അത്തരം നിലപാടുകൾ ഉള്ളവരുടെ എണ്ണം അത് കുറഞ്ഞു വരികയാണ് ഇടതുമുന്നണിയിൽ. അവിടെ താങ്കൾ ഒരു എന്താ പറയണ്ടേ, ഒരു നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു നേതാവായിട്ട് മാറുന്നു. പക്ഷേ ഇത്തരം വിമർശനങ്ങൾ അതാത് വേദികളിൽ ഉന്നയിക്കേണ്ട ഒരു ആവശ്യകത കൂടി ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാൻ ശിവശങ്കറിലേക്ക് പോവാണ്. ശ്രീ ശിവശങ്കർ, ഈ കേന്ദ്ര ഏജൻസികൾ കൂട്ടിലടച്ച തത്തയല്ല എന്ന EDയുടെ ഇതുകൂടി ചുമതലയുള്ളതുകൊണ്ട് ഫിനാൻസ് മിനിസ്റ്ററോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ED ഇടപെടുന്നു. മാത്രമല്ല, ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള ഇന്നലെയും ചർച്ച ചെയ്തതാണ്. അതിലൊക്കെ എന്തുകൊണ്ട് നടപടികൾ വൈകുന്നു എന്നുള്ളത്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നൊരു മറുപടി തന്നെയാണ് ധനകാര്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവും പറഞ്ഞു, അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊന്നും പാടില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ തെറ്റ് ചെയ്തവരെല്ലാം നമ്മളങ്ങ് മാറ്റി നിർത്തണം, അവരെ പിടിക്കാൻ പോകരുത്. അങ്ങനെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അനന്തമ്പർ, ഇതൊരു ദീർഘമായ വിഷയത്തിന്റെ ഒരു ഭാഗം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഏറ്റവും മാന്യമായി തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം കാലാകാലങ്ങളായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, അത് കോൺഗ്രസിലായിരുന്നപ്പോഴും ഇപ്പോൾ ഇടതുപക്ഷത്തിലായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് കുറെ കൂടി വ്യക്തതയും കാര്യമായ മാന്യതയുടെ എല്ലാ വശങ്ങളും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയാറുള്ളത്. അദ്ദേഹം ഇപ്പോൾ അവസാനം പറഞ്ഞ രാഷ്ട്രപതിയുടെ വിഷയത്തിൽ ഏറ്റവും മാന്യമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ ശക്തമായി എതിർക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയേറെ മതിപ്പുള്ള അഭിപ്രായമുള്ള ആളുകൾ ഇപ്പോൾ ജനം TV കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ശക്തമായി എതിർക്കാതിരിക്കാനും വയ്യ, അതിനെ തെറ്റ് തിരുത്താതിരിക്കാനും വയ്യ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് GST കോമ്പൻസേഷന്റെ കാര്യത്തിലാണ് അദ്ദേഹം പ്രധാനമായി തെറ്റ് എന്ന് പറയുന്ന രീതിയിൽ സൂചിപ്പിച്ചത്. 57,000 കോടി രൂപ ാണ് കഴിഞ്ഞ 5 വർഷമായി കിട്ടേണ്ടത്. പ്രധാനമായിട്ടുള്ള ചോദ്യം, GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കാണെന്ന് അറിയാത്തവരായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. GST വന്നപ്പോൾ തന്നെ 5 വർഷത്തേക്ക് GST വരുമാനം വർദ്ധിച്ചില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം നികത്തുവാൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുകയായിരുന്നു ഈ GST കോമ്പൻസേഷൻ. അത് 5 വർഷം കൊണ്ട് അവസാനിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ഓരോ വർഷവും 10,000-12,000 കോടി രൂപയാണ് കൃത്യമായി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷം പ്രളയം വന്നപ്പോഴും ആ കാലഘട്ടത്തിൽ അടുത്ത 4-5 വർഷങ്ങളിൽ നൽകേണ്ട തുകയേക്കാൾ കൂടുതൽ
ഞങ്ങൾക്ക് ഇപ്പോൾ തരണം, കാരണം അടുത്ത വർഷം ഞങ്ങൾ കൂട്ടിക്കോളാം എന്ന് പറയുന്ന ഒരു ധനകാര്യ മന്ത്രിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ ഈ പറയുന്ന കോമ്പൻസേഷൻ ആ കാലഘട്ടങ്ങളിൽ കൊടുത്തത് എന്ന് അറിയാത്തതുകൊണ്ടല്ല ശ്രീ സുരേഷ് ബാബു ഈ കണക്കുകൾ പറയുന്നത്. അപ്പൊ ഈ അതുകൂടാണ്ട് 1,80,000 കോടി രൂപ മാറ്റിവെച്ചതിൽ നിന്ന് ഏതാണ്ട് 30% തുകയാണ് കേരളത്തിന് കിട്ടിയത്. മറ്റ് 16 സംസ്ഥാനങ്ങൾക്ക് വെറും 5%, 3% ഒക്കെ കിട്ടിയ കാലഘട്ടത്തിൽ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും അന്ന് മധ്യപ്രദേശ് ആയാലും മഹാരാഷ്ട്രയ്ക്ക് പോലും 3% താഴെ കിട്ടിയപ്പോഴാണ് 30% ഒക്കെ കേരള സംസ്ഥാനത്തിന് കിട്ടിയത് കൂടി കണക്കാക്കണം. അപ്പൊ ഇതായിരുന്നു GST കോമ്പൻസേഷൻ ആയിരുന്നു, നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ അത് നിർത്തിയത് എന്താണ് ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഫിനാൻസ് കമ്മീഷൻ 1.925 ആക്കിയതിനെ കുറിച്ചിട്ടായിരുന്നു പ്രശ്നം. ഇതൊന്നും പക്ഷെ കോടതിയിൽ ഇവർ ചർച്ച ചെയ്തില്ല. കോടതിയിൽ ചർച്ച ചെയ്തത് മറ്റു പല കാര്യങ്ങളാണ്. ഞാൻ ഒരൊറ്റ ആഗ്രഹം മാത്രം പറയാം. നിരന്തരമായിട്ട് കോടതിയിൽ ആദ്യം തന്നെ ഇവർ പറഞ്ഞത് ദ പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് വാസ് എൻ ഐറ്റം നമ്പർ 43 included in the list of 2 in the 7th schedule, and the public debt of the union government is item number 35 included in the list of 7th schedule. Therefore, the Kerala continued to be the both state and union completely autonomy to independently run the credit issue. ഈ കടം മേടിക്കുവാനായിട്ടുള്ള പബ്ലിക് ഡെപ്റ്റ് മേടിക്കുവാനുള്ള സമ്പൂർണ്ണ അവകാശം, പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല. കടം വാങ്ങിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ കടബാധ്യത കൂടി സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. അതാണ് ഫെഡറലിസം. അത് ഇവർ പറയുകയില്ല. അപ്പൊ സംസ്ഥാനത്തിന്റെ കടബാധ്യത കൂടുമ്പോൾ കേന്ദ്രത്തിന്റെയും കടബാധ്യത കൂടുന്നു എന്നുള്ള കണക്ക് കൂടി വരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനം ഫെഡറലിസത്തിന്റെ കീഴിൽ കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും ഇവർ ഫെഡറലിസത്തിന്റെ കണക്ക് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞു തുകയ്ക്ക് രേഖകളൊന്നുമില്ല, പല തുകയ്ക്ക് കടം മേടിച്ചതാണ്. ഈ 13,500 കോടി രൂപ വരെ കടം മേടിച്ച തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് കൊടുക്കുന്നു. ഈ സംസ്ഥാന സർക്കാരിന് സത്യത്തിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ധാരാളം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. നിർമ്മല സീതാരാമൻ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 1 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് പലിശയില്ലാതെ 50 വർഷത്തേക്ക് തിരിച്ചടയ്ക്കാൻ, അതായത് 45 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കുവാനുള്ള തുകയായി കേന്ദ്ര സർക്കാർ വെച്ചിട്ട് 1 രൂപ പോലും എടുക്കാത്ത, അതിന് ആപ്ലിക്കേഷൻ നൽകാത്ത ഏക സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാണ്? 1 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു ബജറ്റിൽ. സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻ പോലും കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാത്തത്? സുഖമായിട്ടൊരു 10-15 ലക്ഷം പല സംസ്ഥാനങ്ങളും ചോദിക്കില്ല. അത് കാരണം കേരളത്തിന് കൂടുതൽ കിട്ടിയേനെ. ചോദിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം നമുക്ക് കേന്ദ്ര അവഗണന എന്നെങ്കിലും പറയാമായിരുന്നു. 2, സംസ്ഥാന സർക്കാർ എവിടെ നിന്നാണ് നികുതി വരുമാനം കൂട്ടേണ്ടത്? ഇപ്പൊ ഇവർ തന്നെ പറയുന്നു GST വരുമാനം കുറവാണ്, GST കോമ്പൻസേഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നികുതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് കേരളമാണ് എന്നുള്ള വാദമുഖം ഉന്നയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തിനായിരുന്നു GST കോമ്പൻസേഷൻ? GST വരുമാനം കഴിഞ്ഞ 2 വർഷമായിട്ട് 13%, 15% വളരുന്ന ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് ഇവർ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ GST കോമ്പൻസേഷൻ വേണ്ടിയിരുന്നില്ല. അപ്പൊ GST കോമ്പൻസേഷൻ ഇല്ലാണ്ട് തന്നെ രക്ഷപ്പെടാമെന്നുള്ള വാദം അപ്പുറത്ത് നിൽക്കെ എങ്ങനെയാണ് സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിക്കുക? ഇൻഡസ്ട്രി വരണം, വികസനം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി വരണം. കാരണം കേരളത്തിന് കാർഷിക വരുമാനം ഇനി കൂട്ടുവാനുള്ള സാധ്യതയില്ല. നമ്മുടെ കൃഷിയിടങ്ങൾ അതുപോലെ സ്ഥലങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് കാർഷിക വരുമാനം കൂട്ടുവാൻ സാധ്യതയില്ല. സർവീസ് ഇൻഡസ്ട്രിയാണ് നമുക്ക് ഇപ്പൊ 63% നൽകുന്നത്. അതുകൊണ്ട് ഇൻഡസ്ട്രി തന്നെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷെ PLI സ്കീമിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും PLI സ്കീമിൽ വലിയ വികസനം നടത്തിയപ്പോൾ ഹിമാചൽ പ്രദേശ് പോലും അവരുടെ എക്കണോമി വലിയ കാര്യത്തിൽ വികസനം ചെയ്തപ്പോൾ ഏതാണ്ട് 10-20 ഇൻഡസ്ട്രി ഹിമാചൽ പ്രദേശിൽ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളിൽ വന്നിട്ടും കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് PLI സ്കീമിൽ ഒരൊറ്റ ഇൻഡസ്ട്രി പോലും വരാത്തത് പോട്ടെ, ഒരൊറ്റ ഇൻഡസ്ട്രിക്ക് ആപ്ലിക്കേഷൻ പോലും ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഇതുപോലെ സംസ്ഥാന സർക്കാരിന് രക്ഷപ്പെടാവുന്ന ധാരാളം മാർഗങ്ങൾ. സംസ്ഥാന സർക്കാരിന് ഒരു 100% സബ്സിഡിയും നബാർഡിൽ നിന്ന് ലോണും സബ്സിഡിയും കിട്ടുന്ന വലിയ രീതിയിലുള്ള ഈ വെജിറ്റബിൾ ഫാർമേഷനുള്ള വലിയ പാർക്കുകൾ, അത് കോൾഡ് സ്റ്റോറുകൾ, ഇതെല്ലാം സൃഷ്ടിക്കുവാനായിട്ട് 100-120 കോടി രൂപയും നബാർഡിന്റെ ലോൺ, 50% അതിൽ ഗ്രാന്റ് സംസ്ഥാന സർക്കാർ 2 സ്ഥലത്ത് പാലക്കാട് ആലപ്പുഴയിലും അപ്ലൈ ചെയ്തു. ഒരു കല്ലിട് പോലും ചെയ്യാണ്ട് ഈ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് പിന്മാറിയത്? കർഷകർക്ക് ഒരുപാട് ഗുണമുള്ള കാര്യമായിരുന്നു ഇത്.
കൃഷി ഉൽപ്പന്നങ്ങൾ അവർക്ക് വിൽക്കുമ്പോൾ കമ്പോള നിലവാരത്തിൽ കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് സൂക്ഷിക്കുവാനുള്ള ഒരു ഫ്രീസർ പോയിന്റ് വലിയ ചെറിയ ചിലവിൽ അത് കർഷകർക്ക് കിട്ടേണ്ടതായിരുന്നു. ഈ സംസ്ഥാന സർക്കാർ ചെയ്തില്ല. പൈനാപ്പിൾ കർഷകർക്കും നേന്ത്രവാഴ കർഷകർക്കും വളരെ ഗുണകരമായിരുന്നു, ചെയ്തില്ല. അപ്പൊ ഇത്തരത്തിൽ എണ്ണി എണ്ണി ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും സംസ്ഥാന സർക്കാർ ചെയ്തില്ല. അതുകൊണ്ട് കർഷക വിരുദ്ധ, ഇവിടുത്തെ സാധാരണക്കാരന് ടാക്സ് കിട്ടേണ്ട, അതിനെല്ലാം എതിരായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലെ സാമ്പത്തികമാണ്. ഇനിയിപ്പോ അവരുടെ പ്ലാൻ ബി ഇനി നോട്ടടിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. കെ നോട്ട് വരുന്നത് എന്നാണ് എന്നുകൂടിയാണ് ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. ശ്രീ സുരേഷ് ബാബുവിന് വേണമെങ്കിൽ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ച ഒരു നോട്ട് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുക. അതൊക്കെ സേനാപതി വേണു, ED ഇറക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വരട്ടാൻ വേണ്ടി ED ഇറക്കുന്നു എന്നൊരു ആക്ഷേപമാണല്ലോ ഈ പ്രചരണ വേദികളിലൊക്കെ ഇവർ ഉന്നയിക്കുന്നത്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഇന്നലെ ഇപ്പൊ ഒരു വാർത്ത കേൾക്കുന്നത് കേരളത്തിൽ എന്താ പറഞ്ഞ മാസപ്പടി വിഷയം ED അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ED നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അന്വേഷണം തുടങ്ങിയിട്ട് കുറെ കാലമായി. കരുവന്നൂരിലെ ബാങ്ക് ഇപ്പോ അരവിന്ദ് കേജ്രിവാൾ കൊണ്ടുപോയിരിക്കുന്നത് 100 കോടിയാണ് എങ്കിൽ കരുവന്നൂരിലെ ഒരു ബാങ്കിൽ നിന്ന് സഖാക്കന്മാരെല്ലാം കൂടി കൊണ്ടുപോയിരിക്കുന്നത് 500 കോടിക്ക് മുകളിലാണ്. ഈ കേജ്രിവാൾ കൊണ്ടുപോയത് ഏതെങ്കിലും മദ്യ മുതലാളിയുടെ പണമാണ് എങ്കിൽ ഇത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെയാണ്. അവന്റെ ഒരു പുരുഷായുസ് മുഴുവനുള്ള അധ്വാനത്തിന്റെ പ്രതിഫലം ഈ ബാങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനെ വിശ്വസിച്ച് കൊണ്ട് ഇട്ടു എന്നുള്ളതാണ്. 500 കോടിയായവന്മാർ അവിടുന്ന് വിവിധ രൂപത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോ കേജ്രിവാളിനെ പിടിച്ച കണക്കും മാനദണ്ഡവുമാണ് എങ്കിൽ ഇപ്പോ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ AC മൊയ്തീൻ വരെയെങ്കിലും, അതിന് മുകളിലോട്ടുള്ളത് കുറച്ചുകൂടെ വൈകിട്ടെ, AC മൊയ്തീൻ വരെയെങ്കിലും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ ജയിലിൽ പോകേണ്ടതാണ്. അത് പോകുന്നില്ല എന്നുള്ളത് അതാണ് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ ഒരു സംശയം. ഞങ്ങൾ ചില അന്തർധാരയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇതാ: 500 കോടി ഒരു സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ ആളുകളിലേക്ക് അന്വേഷണം ഒരു ലോക്കൽ സെക്രട്ടറിയിലേക്കോ അല്ലെ ഏരിയ കമ്മിറ്റി മെമ്പറിലേക്കോ മാത്രം ഒതുങ്ങിയിട്ട് അതിന്റെ മുകളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള സംശയം ഒന്ന്. 2, വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റിൽ 20 കോടിയിൽ നേരെ പകുതി ആണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോ അവിടെയും ഇതിന്റെ എന്താ പറഞ്ഞ ഈ നടത്തിപ്പുകാരൻ എന്ന് പറയുന്ന ഈ ലൈഫ് മിഷന്റെ ഉത്തരവാദി എന്ന് പറയുന്നത്, അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്ന ആളാണ്. അങ്ങോട്ട് അന്വേഷണം ചെല്ലുന്നില്ല. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തേക്കിൻകാട് മൈതാനിയിൽ വന്ന് പ്രസംഗിച്ചത് ഏത് ഓഫീസ് വഴിയാണ് സ്വർണം വന്നത്. സ്വർണത്തിന്റെ അളവ് ഞാൻ മനസ്സിലാക്കുന്നത് 27 കിലോയാണ്. അപ്പൊ പവനും വിലയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കോടിയാകുമെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങോട്ടൊന്നും ഇത് പോകുന്നില്ല ED എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് ഒരു സംശയം. കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന, ഞങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ചോദ്യം, പ്രധാനപ്പെട്ട പല കേസുകളിലും എന്തുകൊണ്ട് ED ഇങ്ങനെ എന്താ പറഞ്ഞ ഈ പുറത്തുകൂടി മാത്രം നടക്കുന്നു, അന്വേഷണം എത്തേണ്ടടത്തോട്ട് എത്തുന്നില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ അരവിന്ദ് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വളരെ കൃത്യമായി, ഞാൻ നമ്മുടെ ഈ ഫോറത്തിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. കാരണം 16-ാം തീയതി രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. 22-ാം തീയതി രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയെ, ഇനിയിപ്പോ എന്ത് അർജൻസിയാണ് അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. 9 സമൻസ് കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഇനി 9 എന്നുള്ളത് 10 ആയാലും എന്താ കുഴപ്പം, 11 ആയാലും എന്താ കുഴപ്പം, ഇല്ലെങ്കിൽ 1 കൊടുത്ത് രണ്ടാമത്തതിന് അറസ്റ്റ് ചെയ്യണമായിരുന്നു സമൻസ്. അപ്പോൾ നിങ്ങൾ 9 വരെ സമൻസിന് വെയിറ്റ് ചെയ്തുവെങ്കിൽ 10-ഓ 11-നോ വെയിറ്റ് ചെയ്യുന്ന, അതോ ഒറ്റ സംഗതിയിൽ ഇത് തീർക്കണമെന്നുള്ളതാണ്. ഒറ്റ സംഖ്യ 9-ൽ തീർക്കണം, 10-ലോട്ട് പോകാൻ പറ്റില്ല എന്ന് ED-യുടെ മാനുവലിൽ എവിടെ എഴുതി വെച്ചതായിട്ട് ഞാൻ വായിച്ചതായിട്ടോ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അറിവില്ല. അപ്പോ 9 സമൻസ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെങ്കിൽ 10-ലോ 11-ലോ വെയിറ്റ് ചെയ്യാമായിരുന്നു. 16-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. 22-ാം തീയതി നേരത്തെ പോയാ പോയിരുന്നോ? അല്ലേ? പോകാതിരിക്കാൻ നമ്പ്യാരെ, ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഒരിക്കലും അരവിന്ദ് കേജ്രിവാളിനെ ന്യായീകരിക്കുന്ന ആളുകളല്ല. അരവിന്ദ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി, അണ്ണാ ഹസാരെയും അരവിന്ദ് കേജ്രിവാളും അതുപോലെ തന്നെ കിരൺ ബേദിയും പിന്നെ നമ്മുടെ പ്രശാന്ത് ഭൂഷണും ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണല്ലോ മൂവ്മെന്റ് അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി രാംലീല മൈതാനിയിൽ വലിയ സ്റ്റേജ് ഒക്കെ കെട്ടി കൂളറും ഒക്കെ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി നിരാഹാരം കിടക്കുന്നു, ലോക്പാൽ ഇപ്പൊ വന്നില്ലെങ്കിൽ ഞാനിപ്പോ കെട്ടിത്തൂങ്ങി ചാവൂ എന്ന് പറഞ്ഞാണല്ലോ ഇവര് സമരം നടത്തിയത്. ഏതായാലും കോൺഗ്രസിനെ ഇവർ പുറത്താക്കി, മൻമോഹൻ സിംഗിനെ ഇവര് അഴിമതിക്കാരൻ എന്ന് ചിത്രീകരിച്ചു, ഇവര് ഷീലാ ദീക്ഷിത്തിനെ അഴിമതിക്കാരി എന്ന് ചിത്രീകരിച്ചു. ഏതായാലും അഴിമതിക്കെതിരെ വന്ന ആളുകള് ഇപ്പോ അഴിമതിയുടെ വക്താക്കളായി മാറിയിരിക്കുന്നു. അത് അതിന്റെ സേനാപതി വേണു. അപ്പൊ ഏപ്രിൽ 2-ാം തീയതി തോമസ് ഐസക്കും പോണ്ട അല്ലേ? ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കുള്ള ഈ കാര്യത്തിലുള്ള അഭിപ്രായ ഭിന്നത എന്ത് എന്ന് ചോദിച്ചാൽ,
ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നോളം 52-ലാണല്ലോ നമ്മുടെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത്, 2024 വരെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയെയും അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ കറപ്ഷന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് തമിഴ്നാട്ടിൽ ജയലളിത അറസ്റ്റിലായി, കരുണാനിധി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അധികാരത്തിൽ പുറത്തു നിൽക്കുമ്പോഴാണ്. ലല്ലു പ്രസാദ് യാദവ് ജയിലിൽ പോയിട്ടുണ്ട്. അതൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടാണ്. ഇപ്പോ ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം അറസ്റ്റിലായി. സാങ്കേതികമായി അദ്ദേഹം രാജിവെച്ചതിന് ശേഷമാണ്. അപ്പോ ഒരു മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരാള്, അയാളുടെ പേരിലുള്ള കറപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ 100 കോടി എന്നുള്ളത് ചെറിയൊരു സംഖ്യ എന്നുള്ളതല്ല. കരുവന്നൂരിലെ ഒരു ബാങ്കിൽ 500 കോടിയുടെ സ്കാം നടന്നതിന് ശേഷം അവിടെ ഉള്ള ആക്ഷൻ എന്ന് പറയുന്നത് അതിങ്ങനെ ലാഗ് ചെയ്ത്, നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലാഗ് ചെയ്ത് പോകുമ്പോൾ ഈ വന്നിരിക്കുന്ന നടപടി, ഇന്ന് നിർമ്മല സീതാരാമന്റെ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിരിക്കുന്നത് ദ ലോ വിൽ ടേക്ക് ഇറ്റ്സ് പ്രോസസ്, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നല്ല. നിയമം ഇപ്പോൾ BJP-യുടെ വഴിക്കാണ് പോകുന്നത്. നിയമം പോകുന്നത് BJP-യുടെ വഴിക്കായതുകൊണ്ട് പ്രതിപക്ഷത്തെ ഈ അധികാര സ്ഥാനങ്ങളെയും അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അന്വേഷണ ഏജൻസികളെ, ആ സ്വാഭാവികമായിട്ടുള്ള കാലതാമസമാണ് അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ നടക്കും. UPA സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര ഏജൻസികൾ കൂട്ടിലടച്ച തത്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, സ്വതന്ത്രമായി പറന്ന് നടക്കാൻ ഈ തത്തയ്ക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത്. യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, സമയപരിമിതി കൊണ്ട് ഞാൻ ചർച്ച ഞാൻ ഒരൊറ്റ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു ഒരു മിനിറ്റും കൂടെ എനിക്ക് തന്നാൽ മതി. അതായത് ഞങ്ങളുടെ ഒരു നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബഹുമാന്യനായ അശോക് ചവാൻ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അശോക് ചവാൻ ഉൾപ്പെട്ട ഒരു സ്കാം എന്താണെന്നറിയോ? കാർഗിലിൽ 99-ൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ വിധവകൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സൗത്ത് ബോംബെയിൽ കൊളാബ എന്ന് പറയുന്ന സ്ഥലത്ത് നേവി നഗറിനടുത്ത് വലിയ ഫ്ളാറ്റ് സമുച്ചയം, അത് മരണപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 100 കണക്കിന് വീരമൃത്യു വരിച്ച ജവാന്മാര് അവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച ഫ്ളാറ്റിനകത്തുനിന്ന് ഇയാൾ കുറെ ബന്ധുക്കൾക്ക്, എത്ര എണ്ണമെന്ന് എനിക്കറിയില്ല, ഏതായാലും കോടികളുടെ സ്കാം നടന്നു എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഏറ്റവും കൗതുകരമായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം അപ്പുറത്തേക്ക് പോയതിനു ശേഷം ഈ അന്വേഷണവും എല്ലാം നിന്നിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അജിത് പവാറിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം, അത് ബാരാമതിയിലെ പഞ്ചസാര മില്ലുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതും കോടികളുടെ സ്കാമാണ്. ഇദ്ദേഹവും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. ഈ ഹേമന്ത ബിശ്വാസിനെ കുറിച്ച് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഇതുപോലെ ഒരു കള്ളൻ അഴിമതിക്കാരൻ ഈ ലോകത്തില്ല എന്നുള്ളതാണ്. ശിവശങ്കർ സാർ കൈ കാണിക്കുന്നു, അദ്ദേഹത്തിന് സമയം കൊടുക്കണം, ഞാൻ അവസാനിപ്പിക്കും. അപ്പോ ആരെങ്കിലും അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെയൊക്കെ അഴിമതി ഇല്ലാതാകുന്ന ആ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം. അതുകൊണ്ട് ED ഇപ്പോൾ കൂട്ടിലല്ല, EDയെ ഇപ്പോൾ എന്താ പറഞ്ഞ ബെൽറ്റിൽ പിടിച്ചുകൊണ്ട് ചില ആളുകൾ ആരെയാണ് പിടിക്കേണ്ടത് എന്നുള്ളത് അങ്ങോട്ട് നയിക്കുന്നു, ബാക്കിയുള്ളവരിൽ നിന്നും മാറ്റുന്നു എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. നിശ്ചയമായിട്ട് ഞങ്ങൾ പറയുന്നു, ED പോലുള്ള അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം വല്ലാതെ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പെട്ടെന്നൊരു ക്വിക്ക് റെസ്പോൺസ് പ്ലീസ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ആർഗ്യുമെന്റിൽ ഒരു പ്രധാന പ്രശ്നം, ഇവർ പറയുന്ന ആരോപണം ഇവരുടെ മന്ത്രിമാർ അല്ലെങ്കിൽ ഇവരുടെ നേതാക്കൾ അഴിമതിക്കാരാണെന്നാണ് കുറച്ചാൾ മുമ്പ്. അപ്പൊ അഴിമതിക്കാരായ മന്ത്രിമാരെ ഇവർ അക്സെപ്റ്റ് ചെയ്തു. ഒന്ന് അതല്ല എങ്കിൽ BJP ഭരിക്കുമ്പോൾ ED അല്ലെങ്കിൽ CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ അന്വേഷണം രാഷ്ട്രീയമായി തങ്ങളെ കുരുക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തെറ്റ് ചെയ്യാത്തവർ BJP-യിലേക്ക് ചേർന്നു. അങ്ങനെയാണല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ടത്. അതല്ലെങ്കിൽ ഇവർ തന്നെ ഇവരുടെ കാലഘട്ടത്തിൽ അഴിമതിക്കാരാണ് ഇവരുടെ നേതാക്കൾ എന്ന് അംഗീകരിക്കുന്ന തുല്യമായി അതിനെ അവർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നത് മാത്രം. ഓക്കെ, കടം വാങ്ങിക്കൂട്ടാൻ വാശി പിടിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്പർ 1 കേരളം. പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ്റെ വിമർശനങ്ങൾ ആ സ്പിരിറ്റിൽ സംസ്ഥാന സർക്കാർ അതിന് നേതൃത്വം നൽകുന്നവർ എടുക്കും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.